കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വളരെ ആസൂത്രിതമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ആദ്യഘട്ടത്തിൽ തന്നെ വലിയൊരു മേൽക്കൈ നേടാൻ CPMന് സാധിച്ചു എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുമുന്നണി തങ്ങളുടെ കരുത്തുറ്റ പോരാളികളെ കളത്തിലിറക്കി പ്രചരണഗോതയിൽ മുന്നിലെത്തിയപ്പോൾ അവരോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അടിയന്തരമായി ഡൽഹിയിലേക്ക് പറന്നതും കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥി പട്ടികയുമായി കേരളത്തിൽ ലാൻഡ് ചെയ്തതും. നേമത്ത് താൻ കൂടി മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തുവിട്ട പട്ടിക പ്രവർത്തകർക്കിടയിൽ ആദ്യഘട്ടത്തിൽ വലിയ ആവേശമുണ്ടാക്കിയിരുന്നു എന്നത് വാസ്തവമാണ്. BJP ഭരിക്കുന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ താമര വിരിയുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു അണികൾ. എന്നാൽ ഈ ആവേശം അപ്പാടെ കെട്ടടങ്ങുന്നൊരു കാഴ്ചയാണ് NDA സഖ്യകക്ഷിയായ 2020യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ കാണാൻ സാധിക്കുന്നത്. സഖ്യകക്ഷിയായ 2020യുമായി സീറ്റ് പങ്കിട്ടപ്പോൾ BJP നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത് രാഷ്ട്രീയമായി വലിയ ഗുണം ലഭിക്കും എന്നാണ്. എന്നാൽ സാബു M ജേക്കബ് തൻ്റെ വിശ്വസ്തരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ BJP കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. റിയാലിറ്റി ഷോകളിലൂടെ ജനശ്രദ്ധ നേടിയ അഖിൽ മാരാറെ 2020യിൽ എത്തിച്ചപ്പോൾ അത് തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടിയാണെന്നായിരുന്നു ആദ്യം ഉയർന്നു കേട്ട ചർച്ചകൾ. എന്നാൽ തൃപ്പൂണിത്തുറ പോലെയുള്ള ഒരു A ക്ലാസ് മണ്ഡലം വിട്ടു നൽകാൻ BJP തയ്യാറായിരുന്നില്ല. ഒടുവിൽ നടന്ന ചർച്ചകൾക്ക് ഒടുവിൽ അഖിൽ മാരാർ തൃക്കാക്കരയിൽ മത്സരിക്കാൻ തീരുമാനമായതോടെ തൃപ്പൂണിത്തുറയിൽ ഒരു ശക്തനായ രാഷ്ട്രീയ പോരാളിയെ BJP പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. സിനിമാ താരം അഞ്ജലി നായരെ 2020 സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ BJPയുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി എന്നൊരു വികാരമാണ് പ്രവർത്തകർക്കിടയിൽ ഉള്ളത്. മുനിസിപ്പാലിറ്റി ഭരണം കൈപ്പിടിയിലൊതുക്കിയ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ നിയമസഭയിലേക്കും വലിയൊരു മുന്നേറ്റം BJP പ്രവർത്തകർ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത സിനിമാ സീരിയൽ താരങ്ങളെ ഇങ്ങനെ അണിനിരത്തിക്കൊണ്ടുള്ള 2020യുടെ നീക്കം ഒരു പുതിയ സീരിയൽ പരമ്പര തുടങ്ങുന്നത് പോലെയാണ് പലർക്കും അനുഭവപ്പെടുന്നത്. അഞ്ജലി നായർ, വീണ നായർ, ലക്ഷ്മി പ്രിയ തുടങ്ങിയ താരനിരയെ രംഗത്തിറക്കിയതിലൂടെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ഗൗരവം തന്നെ നഷ്ടപ്പെട്ടുവെന്നാണ് പ്രാദേശിക BJP നേതാക്കളുടെ തന്നെ പരാതി. അതുപോലെ പ്രവർത്തകരും വലിയ നിരാശയിലാണ്. സാബു ജേക്കബ് നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ വിട്ടു നൽകാമെന്നായിരുന്നു BJPയുടെ വാഗ്ദാനം. എന്നാൽ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുകയും താരങ്ങളെ പകരക്കാരായി ഇറക്കുകയും ചെയ്തത് BJPയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമോ എന്ന ഭയം നേതൃത്വത്തിനുണ്ട്. പ്രത്യക്ഷത്തിൽ NDA സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അഞ്ജലി നായർക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങേണ്ടി വരുന്ന BJP പ്രവർത്തകർ വലിയൊരു പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ ആവേശം ആവിയായി പോയി എന്ന് ഒരു പ്രവർത്തകൻ പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിലെ ഈ വലിയ അസംതൃപ്തിയുടെ തെളിവാണ്. സിറ്റിംഗ് MLA K ബാബു മത്സരരംഗത്തില്ലാത്ത സാഹചര്യം മുതലെടുത്ത് മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നിട്ടും താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയതിലൂടെ ആ വലിയ സാധ്യത തല്ലിക്കെടുത്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രൊഫഷണൽ ഏജൻസികളുടെ സഹായത്തോടെയാണ് 2020 ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ രാഷ്ട്രീയം മറന്നുള്ള ഈ പരീക്ഷണങ്ങൾ BJPയുടെ അടിത്തറ ഇളക്കുമോ എന്നൊരു ആശങ്ക ശക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ പാളിച്ചകൾ വരും ദിവസങ്ങളിൽ NDA സഖ്യത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയതും സഖ്യകക്ഷിയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയൊരു തിരിച്ചടിയായി തന്നെ കാണേണ്ടി വരും.